മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് എനിക്കും നിങ്ങൾക്കും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് മനസ്സു നിറഞ്ഞ് അല്ലാഹുവേ ഒരു സ്വലാം പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ തമ്പുരാനെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ ഉണ്ടാവൂലേ? ഇനി വയത് കഴിഞ്ഞിട്ടേ പോകൂ എന്ന് നിയത്ത് ചെയ്യുന്നവരെന്ന് കൈപൊക്കിക്കേ. നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് 11:30 കണ്ട വണ്ടി ഞാൻ നിർത്തും. സാധാരണ വയത് നീട്ടിക്കൊണ്ടു പോകുന്ന പോലെ നീട്ടിക്കൊണ്ടു പോകൂല. കാരണം ബസ് നമ്മളെ കാത്തു നിൽക്കൂല. എനിക്ക് 11:30 കോട്ടയ്ക്കൽ നിന്ന് ബസ് കയറാനുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തും. അവസാനം ഒരു ബക്കറ്റ് പിരിവ്, ആദ്യമൊന്നുമില്ല, അവസാനം ഒരു ചെറിയ ബക്കറ്റ് പിരിവ്. ഈ മൈക്ക് സെറ്റുകാരന് ഇത്തിരി പൈസ നാളെ കൊടുക്കണം. അത് നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി റാഹത്തായിട്ട് വിജയിക്കും. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ കൂടെ കൂടിയാലേ ഒരു സുഖം ഉണ്ടാവത്തുള്ളൂ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രഭാഷണം നടത്തി. അവിടുത്തെ അന്നത്തെ വിഷയം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പ്രഭാഷണം നടത്തി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് കരഞ്ഞ് 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 തളർന്നു കിടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ എന്തോ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയുണ്ടാക്കുന്ന രീതിയിൽ കരഞ്ഞ് കരഞ്ഞ് അവശയായി കിടക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരുന്നിട്ട് അവിടെന്ന് ചോദിച്ചു, ആയിഷ നീ എന്തിനാ കരയുന്നേ? എന്താണ് നിന്നെ കരയിപ്പിച്ചത്? നിന്റെ മനസ്സിനെ ഇത്രയ്ക്കും വല്ലാത്ത വേദനകൾ നിനക്ക് എന്താണ് സമ്മാനിച്ചത്? എന്താണ് നിനക്ക് പറ്റിയത് എന്ന് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, എന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് അങ്ങയുടെ പ്രഭാഷണത്തിൽ പറഞ്ഞ ആ പരലോകമാണ്. അങ്ങ് പരലോകത്തെ കുറിച്ച്, ആ പരലോകത്തിന്റെ അവസ്ഥകളെ കുറിച്ച്, ആ വിചാരണയുടെ രംഗങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. എനിക്ക് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല. എന്റെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകുകയാണെന്ന് പ്രിയപ്പെട്ട ഭാര്യ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഷാളെടുത്തിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖമിങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീബിയുടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരിങ്ങനെ തുടച്ചു കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തൊന്ന് സന്തോഷമുണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു പുഞ്ചിരി ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവാചകന് ചില തമാശകളെ പറഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, എന്നോട് വല്ലാത്ത സ്നേഹമാണോ നബിയേ? എന്നോട് വല്ലാത്ത ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് ആയിഷ. കാരണം എന്റെ ഭാര്യമാരിലെ വയസ്സ് കുറഞ്ഞവളല്ലേ ആയിഷ, നിന്റെ കണ്ണങ്ങൾ ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കരച്ചിൽ മാറ്റുന്നതിന് വേണ്ടി പ്രവാചകൻ തന്റെ ഭാര്യയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഹൽ യദ്കുറൂന